നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രവൺ മഹേശ്വർ. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന 101 കവിതകളടങ്ങിയ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. കവിതയുടെ പേര് ഗഞ്ചിരനാഥം. ഞാൻ ജനിച്ച തമ്പാനൂർ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. 70-75 വർഷങ്ങളോളം ആയ ആ ക്ഷേത്രത്തിൽ എൻ്റെ ബാല്യകാലം ഒത്തിരി സമയം ചെലവഴിച്ചത് ആ അമ്പലത്തിലെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ്. അവിടെ ദിവംഗതനായ ഞങ്ങൾ വേലപ്പൻപിള്ള മാമൻ എന്ന് വിളിക്കുന്ന ആജാനുബാഹുവായ ഒരു മനുഷ്യൻ, അദ്ദേഹം കാലത്തിൻ്റെ ഒഴുക്കിലൂടെ കടന്നുപോയി. എങ്കിലും അദ്ദേഹം അവിടുത്തെ ഭജനയുണ്ട്, ബുധനും ശനിയും. അപ്പം ഞാനൊക്കെ കുഞ്ഞിലേ മുതൽ സ്കൂൾ വിദ്യാഭ്യാസക്കാലത്തും കോളേജ് വിദ്യാഭ്യാസക്കാലത്തും ഒക്കെ ആ അമ്പലത്തിൽ പോയി ഭജന പാടാറുണ്ട്. ഭജന കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ പായസവും പൊരിയുമൊക്കെ കിട്ടും. അതെല്ലാം വാങ്ങിക്കഴിച്ച് അമ്പലം അടച്ച ശേഷമേ തിരിച്ച് വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കൂ. അന്ന് അവിടെ ഒരു ഭഗവാൻ അയ്യപ്പൻ്റെ ഒരു ചിത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിൽക്കാലത്ത് തന്ത്രി കണ്ഠരര് മഹേശ്വരന് പ്രതിഷ്ഠ നടത്തിയ വിഗ്രഹവും ക്ഷേത്രമെന്ന് വളർച്ചയുടെ അത്യുന്നതിയിലാണ്. ഇപ്പോൾ പുനരുദ്ധാരണമൊക്കെ കഴിഞ്ഞ് അമ്പലം അതിൻ്റെ അപൂർണ പ്രഭയോടുകൂടി ജ്വലിച്ചു നിൽക്കുന്നൊരു അവസ്ഥയാണ്. ഭഗവാന് ചാർത്താനുള്ള തങ്ക അങ്കിയും എല്ലാം ഉച്ചമാസക്കാലം പൂജകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വളർച്ചയുടെ പടവുകൾ താണ്ടി അത്യുന്നതങ്ങളിൽ എത്തി നിൽക്കുന്ന ഒരു ക്ഷേത്രം. 10-20 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ പറയുന്ന അനുഭവങ്ങൾ. വേലപ്പൻപിള്ള എന്ന് പറയുന്ന എക്സ് മിലിറ്ററി ഉദ്യോഗസ്ഥൻ ഞങ്ങളുടെ വീടിനടുത്താണ് താമസിച്ചിരുന്നത്. ഒരു ആജാനുബാഹു എന്നതിലുപരി ആ നിഷ്കളങ്കമായ ഒരു മനസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗഞ്ചിറ വായിക്കുമ്പോഴുള്ള നാദം നമ്മുടെ മനസ്സിനെ ശരിക്കും പിടിച്ചു കുലുക്കും. അത്ര ആഢ്യത്വം നിറഞ്ഞ ഓരോ വിരലുകൾ ഗഞ്ചിറയിൽ പതിയുമ്പോഴും ഒരു പ്രപഞ്ചം തന്നെ, ഒരു മായിക പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കുന്ന തരത്തിലായിരുന്നു ആ കൊട്ടൽ. താളബോധം എന്താണ്, താളം എന്താണ്, താളബോധം എങ്ങനെ ഒരു കീർത്തനത്തിന് ഉചിതമാം വിധം വായിക്കും എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗഞ്ചിറ മേളം നമ്മൾ കേൾക്കുക തന്നെ വേണം. അത്ര ഗംഭീരമാണ്. അതുപോലൊരു വാദനം ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്രയ്ക്ക് മാസ്മരികത ഉള്ള ഒരു വാദ്യോപകരണമാണ് ഗഞ്ചിറ. അദ്ദേഹം എത്രയോ കാലങ്ങളോളം കാലത്തിൻ്റെ യവനിയേക്കപ്പുറത്തേക്ക് പോയെങ്കിലും അദ്ദേഹത്തോടുള്ള ബഹുമാനവും അദ്ദേഹത്തോടുള്ള ഓർമ്മകളും ഇന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെയുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കവിത എഴുതുന്നത്. ഒരു 1.5 വർഷത്തിന് മുമ്പാണ് ഈ കവിത എഴുതുന്നത്. അതിലെ ചില വരികൾ ഞാനിവിടെ വായിക്കാം. മൃദംഗത്തിൽ നാദവും ഗഞ്ചിറനാദവും മുഴങ്ങുമ്പോൾ മനസ്സാം ചകോരപ്പക്ഷി നാദം കേട്ടു പാടുന്നു സുഖത്തിൻ തമ്പുരുവായി. മൃദംഗത്തിൻ നാദവും ഗഞ്ചിറനാദവും മുഴങ്ങുമ്പോൾ മനസ്സാം ചകോരപ്പക്ഷി നാദം കേട്ടു പാടുന്നു സുഖത്തിൻ തമ്പുരുവായി. എങ്ങും നിറഞ്ഞൊരു നാദപ്രപഞ്ചം, എങ്ങും നിറഞ്ഞൊരു നാദപ്രപഞ്ചം, മനുഷ്യ മനസ്സുകളുടെ ആരോഹണങ്ങളും അവരോഹണങ്ങളും പ്രതിധ്വനിക്കുന്നു ഗഞ്ചിറനാദലഹരിയിൽ, പ്രതിധ്വനിക്കുന്നു ഗഞ്ചിറനാദലഹരിയിൽ. മൃദംഗത്തിൽ നാദവും ഗഞ്ചിറനാദവും
മുഴങ്ങുമ്പോൾ മനസ്സാം ചകോരപ്പക്ഷി നാദം കേട്ടു പാടുന്നു സുഖത്തിൻ തമ്പുരുവായി. എങ്ങും നിറഞ്ഞൊരു നാദപ്രപഞ്ചം, എങ്ങും നിറഞ്ഞൊരു നാദപ്രപഞ്ചം, എങ്ങും നിറഞ്ഞൊരു നാദപ്രപഞ്ചം. തുടർന്നുള്ള വരികൾ, അതിൻ്റെ വിഷ്വൽസും നിങ്ങൾ കാണുക. ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം.